ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡും ജില്ലാ യുവജന കേന്ദ്രവും സംയുക്തമായി ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ബോധവൽക്കരണം ആളുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികളിലേക്കും പൊതുസമൂഹത്തിനും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള പല ദിനങ്ങളും നമ്മൾ ആചരിക്കുന്നതും കൊണ്ടാടുന്നതും ആ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും. പ്രിൻസിപ്പൽ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ സദ്ദാം ഹുസൈൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. കായികത്തിന്റെ ലഹരിയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. തന്റെ അച്ഛൻ 4-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട് അമ്മ വളർത്തി ഫുട്ബോളിലൂടെ തനിക്ക് ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഫുട്ബോളിനെ സ്നേഹിച്ച് ഫുട്ബോളിന് വേണ്ടി ജീവിച്ച് ആ ഫുട്ബോൾ ഒരു ലഹരിയായി എടുത്തതുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നമ്മൾ ഇന്ന് കാണുന്ന റൊണാൾഡോയായി മാറാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനെ അന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും ആരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി നമ്മുടെ കൃത്രിമ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ട അവർ പറയുന്ന കാരണങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ ശ്രദ്ധിക്കാൻ ആളില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ എന്നുള്ള പല പല ന്യായീകരണങ്ങളാണ് അവർക്ക് കേൾക്കുന്നത്. എന്നാൽ ഈ ന്യായീകരണങ്ങളെല്ലാം വേണമെങ്കിൽ അന്ന് റൊണാൾഡോയ്ക്കും പറയുന്നു. പക്ഷെ അതല്ല, ജീവിതമാണ് ലഹരി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് ഇന്ന് കാണുന്ന റൊണാൾഡോ എന്ന വ്യക്തിത്വത്തിലേക്ക് എത്തിയത്. സി അനീഷ് സ്വാഗതവും അഫ്സത്ത് നന്ദിയും പറഞ്ഞു.